ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തരുൺ മൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ള തുടരും സിനിമ കണ്ടു കഴിഞ്ഞു. നന്നായിട്ട് പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ കയ്യിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കിട്ടിക്കഴിഞ്ഞാല് ആ സംവിധായകൻ ആ നടന്റെ ഉള്ളിലെ കഴിവിനെ എത്രത്തോളം മാക്സിമം ആയിട്ട് വലിച്ചൂറ്റിയെടുത്ത് പുറത്തോട്ടിട്ട് പ്രേക്ഷകർക്ക് തരുമെന്നറിയണമെങ്കിൽ ഈ സിനിമ കണ്ടാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. അതിനുള്ള ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ മൂവി. മലയാളത്തിന്റെ മോഹൻലാലിനെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന വിധത്തില് പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടു പോയ ആ മോഹൻലാലിനെ അതുപോലെ തിരിച്ചു തന്നിട്ടുള്ള സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇത്രയ്ക്ക് ഗംഭീരമാകുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒന്നാമത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ സിനിമ മൊത്തത്തിൽ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സംവിധായകന് നന്നായിട്ട് പണി അറിയാന്ന് മാത്രമല്ല, ആളറിഞ്ഞ് കളിക്കാനും അറിയാം. തൊട്ട് മുമ്പിൽ നിൽക്കുന്ന നടൻ ആരാണെന്ന് അറിയാം, ആ നടനെ എത്രത്തോളം ബ്രില്യന്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് അറിയാം, ഓഡിയൻസിന്റെ പൾസ് എന്താണെന്ന് അറിയാം, ആ ഓഡിയൻസിന് ഈ നടന്റെ കയ്യിൽ നിന്ന് എന്താണ് ആവശ്യമുള്ളതെന്ന് അറിയാം. ഇതെല്ലാം വെച്ചിട്ട് ആളറിഞ്ഞാണ് സംവിധായകൻ കളിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ക്വാളിറ്റി സിനിമയിൽ മൊത്തത്തിൽ കാണാനുണ്ട്. അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ പാളിപ്പോവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് പലപ്പോഴും നമുക്ക് ദൃശ്യം ഫിലിമൊക്കെ ആയിട്ട് പല സാദൃശ്യം ഫീൽ ചെയ്യും. പക്ഷെ ദൃശ്യം എന്ന് തോന്നുമ്പോൾ പോലും ആ ദൃശ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. പിന്നെ ദൃശ്യത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രില്യൻസ് ഈ മൂവിക്കകത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ദൃശ്യം പറയുന്നത് ആത്യന്തികമായിട്ട് എന്താണ്, ഫാമിലി എന്ന് പറയുന്ന സംഭവം, സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവനും ജീവിതവും ഒക്കെ സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരാളുടെ കഥയാണ്. അപ്പൊ ഈ സാധാരണക്കാരായ ഓഡിയൻസിന്റെ ഇടയിലേക്ക് അങ്ങനെ ഒരു സിനിമ കൊണ്ടുവരുന്ന സമയത്ത് ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടും. അത് പൊതുബോധത്തിന്റെ ഒരു യുക്തിക്ക് അനുസരിച്ചുള്ള സിനിമയാണ്. അപ്പൊ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് ഇഷ്ടപ്പെടും. പിന്നെ ഒരു കുടുംബത്തിനകത്ത് കയറിയിട്ട് വില്ലൻ കളിക്കുന്നു എന്ന് പറയുമ്പോൾ നായകന്റെ കുടുംബത്തിന്റെ കൂടി ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ നിൽക്കുള്ളൂ. അതേ സാധനമാണ് ഇവിടെ സംവിധായകൻ യൂസ് ചെയ്തിട്ടുള്ളത്. കുടുംബമാണ് ഒരു വിഷയം. അപ്പൊ കുടുംബത്തിൽ കയറി കളിക്കുമെന്ന് ആരെങ്കിലും ഒരാൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പിന്നെ നായകന്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്ന നിവൃത്തിയുള്ളൂ. നിവൃത്തിയല്ല, പ്രേക്ഷകർ ആഗ്രഹിക്കുകയാണ് ആ കുടുംബം രക്ഷപ്പെടണമെന്ന്. അത് മലയാളികളുടെ ഒരു പൊതുവികാരമാണ്. ആ ഒരു പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിക്ക് തന്നെയാണ് ഈ സിനിമയും എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ദൃശ്യവും ഈ സിനിമയും ഒരുപോലെ സാദൃശ്യം ഉണ്ടാകുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. എന്തായാലും ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സിനിമ തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ പ്രതീക്ഷയില്ലാണ്ട് കയറി കഴിഞ്ഞു, തിയേറ്ററിനകത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ടൈറ്റിൽ കാർഡ് കാണിക്കാൻ തുടങ്ങി. ആ സമയത്ത് ലാലേട്ടന്റെ പഴയ വിന്റേജ് ലാലേട്ടന്റെ ഫോട്ടോസ് ഒക്കെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ലാലേട്ടന്റെ ചെറുപ്പകാലം തൊട്ട് 70, 80, 90 ഓരോ കാലഘട്ടം കാണിക്കുകയാണ്. ആ ഫോട്ടോസ് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സ്ക്രീനിൽ വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്ര കാലത്തോളം ലാലേട്ടൻ എന്തൊക്കെയാണോ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, ഏതൊക്കെ കഥാപാത്രങ്ങളിലൂടെ ചിരിപ്പിച്ചോ ഏതൊക്കെ കഥാപാത്രങ്ങളിലൂടെ കരയിപ്പിച്ചോ അത്രയും കഥയും കഥാപാത്രങ്ങളും മനസ്സിലേക്ക് വരികയാണ്. ഇത് വന്നിട്ട് ലിറ്ററലി എന്റെ കണ്ണിങ്ങനെ നിറയുകയാണ് തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത്. അതെനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിന്റെ കാരണം പോലും എനിക്ക് അറിഞ്ഞൂടാ. രോമാഞ്ചമാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കണ്ണ് നിറയുമായിരുന്നു ആ ഒരു മൊമെന്റില്. മേ ബി അതൊരു ഫാൻ ഗേൾ മൊമെന്റ് എന്നൊക്കെ പറയാമായിരിക്കാം. അപ്പൊ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് സിനിമയുടെ ഫസ്റ്റ് ഒരു ഓപ്പണിംഗ് ഷോട്ട് വന്നു. ഈ ഓപ്പണിംഗ് ഷോട്ട് വന്നപ്പോഴേക്കും നമുക്ക് ഏകദേശം ധാരണ കിട്ടി വലിയൊരു സംഭവമാണ് വരാൻ പോകുന്നത്, അത്ര നിസ്സാരമല്ലാന്ന്. അത്രയ്ക്ക് നല്ല രീതിക്കുള്ള ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത ആ സംഭവമൊക്കെ കഴിഞ്ഞ് ഇതിനകത്ത് വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ഫസ്റ്റ് ഷോട്ട്, ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ ഫസ്റ്റ് ഷോട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ലാലേട്ടന്റെ കൈവിരലുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതേപോലെ തോന്നിയിട്ടുള്ളതാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ പോലും. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലുള്ള ഷോട്ട് എന്ന് പറയുന്നത് ലാലേട്ടന്റെ കണ്ണാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ലാലേട്ടന്റെ കൈവിരലും കൈനഖവും കണ്ണൊക്കെ അഭിനയിക്കുന്നത്. അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന രീതിക്കാണ് ഈ കൈകളുടെ ഷോട്ടും കണ്ണിന്റെ ഷോട്ടും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് ഫാമിലിയിലേക്ക് പോകുന്നു, കോമഡി കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. പഴയകാല ലാലേട്ടന്റെ കുറെ സിനിമകളിലെ റെഫറൻസുകളുടെ ഭാഗമായിട്ട് പഴയകാല ഡയലോഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഡയലോഗ്സ് പല സിനിമകളിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കുറെ ക്യൂട്ട്നെസിന്റെ ഭാഗമായിട്ടൊക്കെ അത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിനകത്തുണ്ടല്ലോ സിറ്റുവേഷൻ അനുസരിച്ച് ആ സാധനങ്ങളെ വളരെ ബ്രില്യന്റ് ആയിട്ട് ഇവർ പ്ലേസ് ചെയ്തോ ഡയലോഗ്സ് ഒക്കെ. അതേപോലെ തന്നെ നമ്മൾ ശോഭന വരുന്ന സമയത്താണെങ്കിലും പുള്ളിക്കാരിയുടെ ആ ഒരു കോംബോ, ലാലേട്ടൻ ശോഭന കോംബോ ഒക്കെ വരുന്ന സമയത്തും ഭയങ്കര രസമായിട്ട് ഇവർ ചെയ്തു വെച്ചു. അങ്ങനെ ഈ രസമായിട്ട് ഫാമിലി സംഭവങ്ങൾ കാണിക്കുന്നു. നമ്മളിങ്ങനെ ഫാമിലിയുടെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുമ്പോഴാവും ടാക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു മൂഡ് സ്വിച്ച് ചെയ്തിട്ട് പിന്നെ വേറെ സംഭവത്തിലേക്ക് പോകുന്നു. അവിടുന്ന് അങ്ങനെ പോകുന്ന സമയത്ത് ഇമോഷണൽ സാധനത്തിലേക്ക് വരിക, ത്രില്ലർ വരുന്നു, അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്തോ ഒരു തരത്തിലുള്ള നിഗൂഢത എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ക്ലൈമാക്സ് വരേക്കും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ലാലേട്ടന്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ച സിനിമയല്ല. ഇപ്പൊ എല്ലാത്തരം ലാലേട്ടന്റെ ഫാൻസിനും പറ്റിയ സിനിമയാണ്. അതായത് ഫാമിലി മൂവീസ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനും, പുള്ളിക്കാരന്റെ മാസ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനും, പുള്ളിക്കാരന്റെ കോമഡി മൂവീസ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് തുടങ്ങിയിട്ട് എല്ലാത്തരം ഓഡിയൻസിനും വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു പാക്കേജ് സാധനമാണ്.
അപ്പൊ ഇതിലെല്ലാ സംഭവങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ അഭിനയത്തിന്റെ കാര്യം വരുമ്പോൾ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവം തൊട്ട് സൈക്കിക് ഫീച്ചേഴ്സ് വരെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഭ്രമരം സിനിമയിൽ ആ ലാലേട്ടനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആ കഥാപാത്രത്തിലല്ല പറയുന്നത്, ആ കഥാപാത്രത്തിന്റെ അതുപോലെയുള്ള ചില അവസ്ഥകളെ കാണാൻ പറ്റും. അതേസമയം തന്നെ വളരെ ശാന്തമായിട്ടുള്ള കുടുംബസ്ഥനായിട്ടുള്ള ലാലേട്ടനെ കാണാൻ പറ്റും. തുടങ്ങിയിട്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളും പോകുന്നുണ്ട്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ഈ സിനിമയിൽ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സംവിധായകൻ ലാലേട്ടനെ പരമാവധി സ്റ്റഡി ചെയ്ത് ലാലേട്ടന്റെ കുറെ റെഫറൻസ് ഡയലോഗ്സ് ഒക്കെ എടുത്തിട്ട് ഈ സിനിമയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ വന്നിട്ടുള്ള കുറെ ട്രോൾ സംഭവങ്ങളുണ്ട്. പ്രേക്ഷകർ ലാലേട്ടനെ ട്രോൾ ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്, അതുപോലെ ലാലേട്ടന്റെ താടിയെ കുറിച്ച് കളിയാക്കുന്നു. ഇങ്ങനെ ലാലേട്ടനെ ട്രോൾ ചെയ്തിട്ടുള്ള ഒരുവിധം ഓഡിയൻസിനൊക്കെ നല്ല തിരിച്ചു മറുപടി കൊടുക്കുന്ന പോലത്തെ സംഭവങ്ങൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇത്തരം കാര്യങ്ങളിൽ റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്യുമ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മലങ്കൾട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മലങ്കൾട്ട് എന്ന് പറയുമ്പോൾ ഓഡിയൻസ് സ്വാഭാവികമായിട്ടും അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോകും. അതേസമയം തന്നെ നമ്മുടെ നാഗസായിരന്ദ്രിയുടെ ചില ഡയലോഗ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലൊക്കെ ലൈവായി നിന്നുകൊണ്ടാണ് ഇവർ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. ഈ ഡയലോഗ്സ് ചുമ്മാ ചെറുപറ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രില്യന്റ് ആയിട്ട് ചെയ്തു വെച്ചു. പിന്നെ സിനിമയുടെ കഥാകാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഷൺമുഖം എന്ന് പറയുന്ന കഥാപാത്രമാണ് ലാലേട്ടൻ ചെയ്യുന്നത്. ബെൻസ് എന്നാണ് അയാൾ എല്ലാവരും വിളിക്കുന്നത്. ഒരു വണ്ടി സ്നേഹിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് അയാളുടെ ഫാമിലി വളരെ വിലപ്പെട്ടതാണ്. ഫാമിലി മാൻ ആയിട്ടുള്ള കക്ഷിയാണ്. ആ കുടുംബത്തിൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ചില സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളും ഒക്കെയാണ് സിനിമ പറയുന്നത്. ഓരോ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിനെ ഡയറക്ടർ ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രകാശ് വർമ്മയാണ് നെഗറ്റീവ് റോൾ ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, മെയിൻ വില്ലനായിട്ട് വന്നിട്ടുള്ളത്. അസാമാന്യ പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും. ഞാൻ ഈ സിനിമയിൽ പ്രകാശ് വർമ്മയെ കാണുന്ന സമയത്തൊക്കെ പലപ്പോഴും ചിന്തിച്ചത്, നമ്മുടെ തിലകൻ എന്ന് പറയുന്ന നടൻ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ഒരു ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു എന്നാണ്. അതായത് തിലകനൊക്കെ ചെയ്യേണ്ട ആ ഒരു റേഞ്ച് ക്യാരക്ടറാണ്. അത് ഗംഭീരമായിട്ട് പ്രകാശ് വർമ്മ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഫേസിൽ പ്രകടമാകുന്നുണ്ട്, പുള്ളിക്കാരന്റെ ബോഡി ലാംഗ്വേജിൽ പ്രകടമാകുന്നുണ്ട്. ആ സാഡിസ്റ്റ് മനോഭാവം എത്രത്തോളം ഭീകരമാണ് എന്ന് വ്യക്തമായിട്ട് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് അടുക്കുന്ന സമയത്ത് ഒരു പൊളിഞ്ഞ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫേസ് ഉണ്ട് ഇയാളുടെ. ഈ ഫേസ് കാണുന്ന സമയത്താണ് ഇയാളൊരു റിയൽ സാഡിസ്റ്റ് ആണെന്നും ഇയാളൊരു റിയൽ സൈക്കോ ആണെന്നും മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ എക്സ്ട്രീമിറ്റി എന്ന് പറയുന്ന സംഭവമാണ് ആ ഷോട്ടിനകത്ത് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രകാശ് വർമ്മയുടെ പെർഫോമൻസ് രക്ഷയില്ലാത്തതാണ്. അതുപോലെ ബിനു പപ്പു ഈ സ്ഥിരം നമ്മുടെ തരുൺമൂർത്തിയുടെ സിനിമകളിൽ കാണുന്ന കക്ഷിയാണ്. മൂന്നാമത്തെ സിനിമയിലും തരുൺമൂർത്തി ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയിലും ബിനു പപ്പു ഉണ്ട്. പക്ഷെ ഇതുവരെ ബിനു പപ്പു ഇദ്ദേഹത്തിന്റെ മറ്റു സിനിമകളിൽ ചെയ്യാത്ത രീതിക്ക് വൻ അലമ്പായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അത് എക്സ്ട്രീം എന്ന് പറയുന്ന സംഭവത്തോളം അങ്ങേയറ്റം പോയിട്ടുണ്ട്. അതുപോലെ സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ഫർഹാൻ ഫാസിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. പുള്ളി വരുന്ന ഒരു ഫസ്റ്റ് സീൻ ഉണ്ട്. പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് സീനിൽ ഒരു ലുക്ക് ഉണ്ട്. ആ ലുക്കിലുണ്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടറുടെ സ്വഭാവം എന്താണെന്ന്. അതുപോലെ കാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫർഹാൻ ഫാസിലിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡയലോഗും വേണ്ട, അയാളുടെ ക്യാരക്ടർ എന്താണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും അയാൾക്ക് ആ ഒരു കഥയിലുള്ള പങ്ക് എന്താണെന്നും ഒക്കെ ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഫേസിൽ വരുന്ന ഒരു എക്സ്പ്രഷനിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ബ്രില്യന്റ് ആയിട്ടാണ് പുള്ളി അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ഇതേപോലെ തന്നെയാണ്. ശോഭന മാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരി കുറെ കാലത്തിന് ശേഷം ഈ ഒരു കോംബോയിൽ കാണുന്ന സമയത്ത് തന്നെ ആ ഒരു കെമിസ്ട്രി നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. അതുപോലെ മകനായി അഭിനയിച്ചിട്ടുള്ള തോമസ് മാത്യു ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളും മണിയമ്പിള്ള രാജു, ഇർഷാദ് എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ലാലേട്ടൻ മാത്രമല്ല എല്ലാവരും ഗംഭീരമായി ചെയ്തു. അതിന്റെ ഒപ്പം ലാലേട്ടൻ അതിഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഷാജികുമാർ ആണ് DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള വർക്കാണ്. ഇതിനകത്ത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ലാലേട്ടൻ കാറിനകത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര റെഡ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്ലോസ് ആയിട്ടുള്ള ഷോട്ടാണ്. ആ ഒരു മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിക്ക് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഓരോ ഷോട്ടുകളും ഓരോ ഫ്രെയിമുകളും കഥയ്ക്കനുസരിച്ച് ഇങ്ങനെ പ്രേക്ഷകരെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിഷാദ് യൂസഫാണ് എഡിറ്റർ, കൂടെ ഷെഫീഖ് വിബിയും കൂടി ഉണ്ട്. അപ്പം രണ്ടുപേരും അടിപൊളിയായിട്ട് അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ബ്രില്യന്റ് ആയിട്ടുള്ള വർക്കാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ പറയാണ്, ഈ സിനിമ കുറച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ എതിർക്കാനും ചാൻസ് ഉണ്ട്. അതായത് ഇതിനകത്ത് ക്ലൈമാക്സ് വരുന്ന സമയത്ത് ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന ജനം എന്ന് പറയുന്ന സംഭവം പലർക്കും അംഗീകരിക്കാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് കാരണം ഈ സിനിമ കുറച്ച് കഴിഞ്ഞാൽ പലരും എതിർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാലും ശരി, എന്തായാലും പ്രേക്ഷകർ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഉറപ്പായിട്ടും ലാലേട്ടന്റെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് തരിക. 100% ഉറപ്പിച്ച് പറയാണ്.